ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു രോഗത്തെ പറ്റിയാണ്, തൊണ്ടവേദന. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ട് നമുക്ക് പനി സമയത്തോ ജലദോഷ സമയത്തോ എല്ലാം തന്നെ നമുക്ക് വരുന്നതായിട്ട് കാണാം. അത് നമ്മളെ വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ. രാത്രി ഒരു 2 മണി 12 മണിക്കൊക്കെ നമ്മൾ എണീറ്റിരുന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങൾ പേടിക്കേണ്ട, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് വെച്ച് ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഉപ്പ് വെച്ച് ഗാർഗിൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് നിങ്ങളെല്ലാവരും തന്നെ ദൈനംദിനമായിട്ട് ഒരു തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ആദ്യം പോയി ചെയ്യുന്നത് ഈ ഉപ്പ് വെച്ചിട്ടുള്ള ഗാർഗിളിംഗ് ആണ്. ഇതല്ലാതെ നമുക്ക് വേറെ എന്തെല്ലാം ചെയ്യാം. അപ്പോൾ ഒരു 5-6 ഇതള് തുളസി എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിട്ട് നന്നായി തിളപ്പിക്കുക, എന്നിട്ട് അരിച്ചെടുക്കുക. ചൂടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി അവിടെ വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലേക്ക് മാറി. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. തൊണ്ടവേദനയാണെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ഭയങ്കര ഹോട്ടായിട്ടുള്ള ആഹാരം കഴിക്കുക, അതേപോലെ തന്നെ ഹോട്ട് വാട്ടർ, വല്ലാതെ ചൂടായിട്ടുള്ള ഹോട്ട് വാട്ടർ കുടിക്കുക, ഇതെല്ലാം നമ്മുടെ ഒരു ശീലമാണ്. ഇനി അങ്ങനെ വേണ്ട. ഉള്ള ചൂടിൽ നിന്നും റൂം ടെമ്പറേച്ചറിൽ നിന്നും കുറച്ച് കൂടുതൽ ചൂടുള്ളതായിട്ടുള്ള ആഹാരവും വെള്ളവും ഒക്കെ മതി. ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തുളസി മഞ്ഞൾപ്പൊടി ദ്രാവകം നമുക്ക് 2 നേരം ഗാർഗിൾ ചെയ്യാം. രാവിലെയും വൈകിട്ടും കവിൾ കൊള്ളുന്നത് വളരെയധികം നല്ലതാണ്. ചൂട് മിതമായ നിരക്കിൽ ചൂടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇത് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ടിപ്പ്, നമുക്ക് വെളുത്തുള്ളി എല്ലാവരും വീട്ടിലുള്ളതാണല്ലേ. അത് വളരെയധികം നമുക്ക് ഇങ്ങനത്തെ തൊണ്ടവേദന ഉണ്ടാകുന്ന സമയത്ത് വായയിലിട്ട് ചവച്ച് മെല്ലെ മെല്ലെ അലിയിച്ചിറക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തൊണ്ടയിലുള്ള സ്ട്രെസ്സും കഫവും നല്ല പോലെ ഒഴുകി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഇല്ലാത്ത വീടുണ്ടാവില്ല. എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ ചില ആൾക്കാർക്ക് ഈ വെളുത്തുള്ളി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹണിയും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. ഈ ഹണിക്കും പ്രത്യേകതയുണ്ട്. ഹണി ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അപ്പോൾ ഹണിയും തൊണ്ടവേദനയെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇനി അടുത്തത് ചിറ്റമൃതാണ്. നിങ്ങൾ ഏതെങ്കിലും അങ്ങാടിക്കടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഈ ചിറ്റമൃതിൻ്റെ തണ്ടോട് കൂടി വാങ്ങിക്കുക. ഇത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലിടുക, നന്നായി തിളപ്പിച്ച് 1/2 ഗ്ലാസ്സിലേക്ക് മാറ്റണം. പാകം 1/2 ഗ്ലാസ്സായി മാറിയിട്ട് അരിച്ചെടുത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വീട്ടിലെടുത്ത് വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുക. ഇതും നമ്മളുടെ തൊണ്ടവേദനയ്ക്ക് വളരെയധികം ഫലപ്രദമായ ഒരു ടിപ്പാണ്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്, പല്ല് തേക്കുക. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാവരും 2 നേരം പല്ല് തേക്കുന്നതാണല്ലോ. പിന്നെ തൊണ്ടവേദനയുടെ സമയത്ത് എന്താ ഒരു പ്രത്യേകത ആണ്. തൊണ്ടവേദനയുടെ സമയത്ത് നമുക്ക് തൊണ്ടയ്ക്ക് ചുറ്റും വായിലും നിറച്ച് ബാക്ടീരിയസിൻ്റെ അളവ് വളരെയധികം കൂടുതലായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലെൻലിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെയധികം ഫലപ്രദമായിരിക്കും. രാത്രി 2 മണിക്കും 12 മണിക്കൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വേദന വന്ന് ഉറങ്ങാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഈ സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴാണോ വേദനിക്കുന്നത് അപ്പോൾ പല്ല് തേക്കുക. ഇത് പല്ല് തേക്കാൻ നമുക്ക് ആയുർവേദിക് ആയിട്ടുള്ള പേസ്റ്റ് വേണമെന്ന് യാതൊരു വിധ നിർബന്ധമില്ല. നിങ്ങൾക്ക് കോൾഗേറ്റോ ക്ലോസപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പേസ്റ്റ് വെച്ചിട്ട് വേണമെങ്കിലും ബ്രഷ് ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾ എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.